ഹായ് നമസ്കാരം. ഡ്രീം മീഡിയയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് ബിസിനസ് രംഗത്തും കലാരംഗത്തും സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ബിസിനസ്സുകാരിയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. വേറെ ആരുമല്ല, അഞ്ജു ശ്രീകണ്ഠൻ. ഹായ് നമസ്കാരം. നമസ്കാരം. വെരി ഹാപ്പി. ഒത്തിരി സന്തോഷം അല്ലേ? കുറെ വർഷങ്ങളായിട്ട് ദുബായിൽ വെച്ചിട്ടുള്ള ഒരു പരിചയമാണ് അല്ലേ? ഒരുമിച്ച് നമ്മൾ ചാനലിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? ഇപ്പം ഒരു ബിസിനസ്സും എന്താ പറയാ കലാരംഗത്തും കൂടി കലയുമായിട്ട് ഒരുമിച്ച് കൊണ്ടുപോകുന്നു അല്ലേ? എന്താണ് ഇപ്പോൾ ബിസിനസ്? എന്താണ് ശരിക്കും ബിസിനസിന്റെ കാര്യം പറയുമ്പം ആദ്യം നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്തതാണ്. എൻ്റെ ദുബായ് ലൈഫിൽ ഫ്രീലാൻസ് ജോബ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ രണ്ടുപേരും ചേർന്നിട്ടായിരുന്നു. ഒരു 2 വർഷത്തോളം നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരുന്നത് M Square മീഡിയ റിലേറ്റഡ് തന്നെയായിരുന്നു. നമ്മൾ ചാനൽസ് പ്രോഗ്രാംസ് കാര്യങ്ങളായിട്ട്. ഇപ്പോൾ ഉള്ളത് ഇൻജാസ് അൽമർജാൻ ഡിജിറ്റൽ സൊല്യൂഷനാണ്. ഓൾ കൈൻഡ് ഓഫ് IT വർക്കും സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അതാണ് മെയിൻ ബിസിനസ് ഇപ്പോൾ ഉള്ളത്. പിന്നെ ഓഫ് കോഴ്സ് ചാനലിന്റെ കാര്യങ്ങൾ അങ്ങനെ ഷൂട്ട് കാര്യങ്ങളായിട്ട് അതും അതിന്റെ കൂടെ പോകുന്നു. പിന്നെ ഒപ്പം എൻ്റെ കലയും കാര്യങ്ങളും കുറച്ച് അഭിനയം അങ്ങനെ കലാജീവിതവും മുന്നോട്ട് കൊണ്ടുപോകുന്നു. അപ്പം അഞ്ജു, നമ്മള് പണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ചാനലിൽ മാത്രമായിട്ട് ഫോളോ ചെയ്ത് പോകുന്നതായിരുന്നു അല്ലേ? ഇപ്പൊ ബിസിനസ്സും അഭിനയമായിട്ട് ഒരുമിച്ച് കൊണ്ടുപോകുന്നു അല്ലേ? എന്ത് തോന്നുന്നു? ഒത്തിരി സന്തോഷമുണ്ട്. നമ്മൾ ആഗ്രഹിച്ചിരുന്ന കുറേ കാര്യങ്ങൾ നേടിയെന്ന് പറയില്ലേ? പിന്നെ മുന്നേ ഞാൻ ഇങ്ങനെ പോയിരുന്ന ഒത്തിരി പേരെ ഇങ്ങനെ ഇന്റർവ്യൂ ചെയ്യുമായിരുന്നു, ബിസിനസ്സും കലയുമായിട്ടൊക്കെ പോകുന്ന ആളുകളെ. ഇപ്പൊ അങ്ങനെ അത് തിരിച്ച് എന്നിലേക്ക് വരുമ്പോൾ അതൊരു സന്തോഷമാണ്, ഒരു നേട്ടമാണ്, ഒരു ഫീലാണ്. അതെ. എത്ര വർഷമായി ദുബായിൽ? ഇപ്പൊ 10 വർഷം. 10 വർഷം. ആദ്യം എന്തായിരുന്നു ഇപ്പൊ നമ്മുടെ അഞ്ജുവിന്റെ ലൈഫ് ജേണി എങ്ങനെയായിരുന്നു? നമ്മുടെ പ്രേക്ഷകർക്ക് ലൈഫ് ജേണി ആദ്യമായിട്ട് ദുബായിൽ പോകുന്നത് ഒരു റിസപ്ഷനിസ്റ്റ് ആയിട്ടാണ്. പ്ലസ് ഡാൻസ്, അതായിരുന്നു എൻ്റെ ലൈഫ് ജേണി ദുബായിൽ ആദ്യമായിട്ട്. അവിടെ നിന്ന് പിന്നെ അത് കാർഗോ ഫീൽഡിലേക്ക് മാറി. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒത്തിരി മേഖലകളിൽ ഞാനിങ്ങനെ യാത്രകൾ ചെയ്ത് പുതിയ കാര്യങ്ങളൊക്കെ പഠിച്ചു. അത് കഴിഞ്ഞാണ് പിന്നെ ഫ്രീലാൻസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തതും. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ബിസിനസ്സാണ്, സ്വന്തമായിട്ട് ബിസിനസ്സിലേക്ക് മാറി. ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ട് നമ്മൾ കണ്ടുമുട്ടിയ ആ സമയം മുതൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരുമിച്ച് നമ്മളൊരു ചാനലിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ ആ ഒരു എനിക്ക് തോന്നുന്നു എല്ലാവരെക്കാളും എൻ്റെ ജേണി കുറേയൊക്കെ അറിയുന്ന ഒരാളാണ്. കാരണം നമ്മൾ 2 വർഷക്കാലം നമ്മൾ ഒരുപോലെ എല്ലാ ചാനൽസ് പോകുന്ന ഒത്തിരി പേരെ ഒത്തിരി യാത്രകൾ ചെയ്ത് നമ്മൾ ഷൂട്ട് ചെയ്ത ഒരാളാണ്. പിന്നെ പല മേഖലയിലെ ആൾക്കാരുടെ അവരുടെ ജീവിത അനുഭവങ്ങൾ ഷെയർ ചെയ്യുന്ന നമ്മുടെ ചാനലിലെ പോലെ തന്നെയാണ് അതും. നമ്മൾ ഇപ്പൊ കേരളത്തിൽ നമ്മളിപ്പോ സ്റ്റാർട്ടപ്പ് ചെയ്തത്. ഇപ്പം അഞ്ജു ഇപ്പൊ നാട്ടിൽ വന്നപ്പോ നമുക്കൊരു ആഗ്രഹം, അഞ്ജുവിന്റെ ഒരു എന്താ പറയാ അഞ്ജുവിന്റെ ജീവിത രീതിയും നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക്, അതായത് ഇത്ര നാളത്തെ 10 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ആണല്ലോ. ഒത്തിരി സന്തോഷമുണ്ട് സുമേഷ് ചേട്ടൻ ആ ഒരു പാഷൻ, ആ ഒരു രീതി ഇപ്പോഴും അത് ഫോളോ ചെയ്ത് പോകുന്ന ഒത്തിരി ആൾക്കാരെ. കാരണം സുമേഷ് ചേട്ടൻ ഒത്തിരി എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളാണ്. ഇങ്ങനെ ഒത്തിരി നാട്ടിലും അവിടെയും ഒക്കെ ബിസിനസ്സുകാരുടെ മെയിൻ ആളായിട്ട് മാറുന്നു. അല്ല, അന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ക്യാമറയുടെ പുറകിലായിരുന്നു. ഇന്നിപ്പോ നമ്മുടെ ക്യാമറയുടെ മുന്നിലേക്ക് ഇന്റർവ്യൂ ചെയ്യാനുള്ള ഒരു എന്താ പറയാ അത് അഞ്ജുവായിട്ട് തന്നെയാണ് നമ്മള് ഈ എക്സ്പീരിയൻസ് നമുക്ക് കൂടുതൽ പഠിപ്പിക്കാനായിട്ടുള്ള ഒരു അവസരം കിട്ടി. ആ ഒരു ചെയറിൽ ഞാനായിരുന്നു. അപ്പൊ അല്ല, പല മേഖലയിലുള്ള ആൾക്കാര് ഒത്തിരി ദുബായിൽ തന്നെയാണെങ്കിലും ഒരു 1000-700ഓളം എപ്പിസോഡുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഒരു ലൈഫ് ജേണി തന്നെ നമുക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാനും പറ്റിയായിരുന്നു അല്ലേ? ഒത്തിരി എക്സ്പീരിയൻസ് ആണത്. എനിക്ക് തോന്നുന്നു മറ്റു മേഖലയിലുള്ള ആളുകളെക്കാളും നമുക്ക് കുറെ കൂടുതൽ അവരുടെ ലൈഫ് ജേണി എങ്ങനെയാണ് അവർ സക്സസിലോട്ട് മാറിയെന്നുള്ളത് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇങ്ങനെയുള്ള ലൈഫ് ഇന്റർവ്യൂസ് എടുക്കുന്ന ആളുകൾക്കാണ്. അതൊക്കെ നമുക്ക് നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാനും അത് ഒരു പാഠമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനും പറ്റുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. ഇപ്പോഴത്തെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നോക്കുകയാണെങ്കിൽ ബിസിനസ് കാര്യങ്ങൾ അങ്ങനെ പോകുന്നു. ഒപ്പം ഞാൻ ആക്ച്വലി ഒത്തിരി സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ള ഒരാളല്ല. പിന്നെ എനിക്ക് സമയം കിട്ടുമ്പോൾ ഇടയ്ക്കിടയ്ക്കുള്ള വീഡിയോസ്. അപ്പോൾ എല്ലാവരും പറയുന്നതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നതല്ലേ, അപ്പോൾ അത് പോസ്റ്റ് ചെയ്തുകൂടെ. ഇങ്ങനെ മടിയാണോ എന്ന് വെച്ചാൽ അതല്ല, സംടൈംസ് നമുക്ക് അതിനൊരു അത്രയും അതിൽ ഇൻവോൾവ് ആയിട്ട് ഇരിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റപ്പ് അല്ല. ഫോക്കസ് അതിന് വേണ്ടിയിട്ട് ഇരിക്കേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു ടീമിനെ വെക്കേണ്ടി വരും. അപ്പം അത്തരം രീതിയിലേക്ക് പോകാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ സമയം കിട്ടുമ്പോൾ എൻ്റെ കാര്യങ്ങളിങ്ങനെ ചെറുതായിട്ട് പല കാര്യങ്ങളിങ്ങനെ ഫോക്കസ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം കൂടുതലായിട്ട് ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈൽ പറയുമ്പോൾ
ബിസിനസ് കാര്യങ്ങൾ അങ്ങനെ പോകുന്നു. പിന്നെ കൂടുതലായിട്ട് ടൈം കണ്ടെത്തുന്നുണ്ട് നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം. എനിക്ക് കലയിൽ നാടകങ്ങൾ, ഇപ്പം അഭിനയ കാര്യമാണ് പറയുന്നതെങ്കിൽ നാടകങ്ങളാണ് നമുക്ക് കൂടുതലും അവിടെ, അതാണ് ഫിലിം ഷൂട്ട് കാര്യങ്ങൾ അവിടെ സംടൈംസ് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഫ്രീ ഉണ്ടെങ്കിൽ നമുക്ക് പോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പം നാടകങ്ങളിൽ സജീവമാണ്, നാടകങ്ങൾ ചെയ്യാറുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തത് ഷാബു കിളിത്തട്ടിൽ RJ ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കൺസെപ്റ്റ് ആയിരുന്നു. അതിൽ കണ്ണകി നാടകം ചെയ്തു. വളരെ ശ്രദ്ധേയം ആയ ഒരു ക്യാരക്ടറായിരുന്നു. പ്രോഗ്രാം മൊത്തത്തിൽ എടുത്ത് പറയുകയാണെങ്കിൽ UAE ആക്ച്വലി എനിക്ക് തോന്നുന്നു 2 പ്രാവശ്യം ഒരേ പ്രോഗ്രാം 2 വേദികളിൽ നടന്നൊരു ഒരു പ്രോഗ്രാം ആയിരുന്നു. ഒത്തിരി സന്തോഷമായിരുന്നു. ആ ഒരു പ്രോഗ്രാമിൻ്റെ പാർട്ടാവാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷമായിരുന്നു. അത് ഐ തിങ്ക് ഒരു ഇനിയും പ്ലാൻ ചെയ്യുന്നുണ്ട് പല സ്റ്റേജുകളായിട്ട്, കാരണം വ്യത്യസ്തമായിട്ട് ചെയ്ത ഒരു പ്രോഗ്രാമായിരുന്നു. പിന്നെ അതുകൂടാതെ ഒത്തിരി സോഷ്യൽ വർക്കുകളിൽ ഇൻവോൾവ് ആണ്. അത് എനിക്കങ്ങനെ അതിൽ ഇങ്ങനെ ഒരു പബ്ലിസിറ്റി കൊടുക്കാൻ അങ്ങനെ താല്പര്യമില്ല. സോഷ്യൽ വർക്കുകളിൽ അത്യാവശ്യം എന്നല്ല, പറ്റിയാൽ എനിക്ക് എൻ്റെ ഒരു മാസത്തിൽ വരുന്ന കമ്പനിയുടെ ഏർണിങ്സിൽ നിന്ന് ഒരു പകുതി ഞാൻ അതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്ന ഒരാളാണ്. അതിപ്പോൾ നാട്ടിലായാലും അതെ, അവിടെ ആയാലും അതെ, പറ്റുന്ന സമയങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുന്നു. അത് ഇപ്പം ഞാൻ ഡയറക്റ്റ് വേറൊരാളേൽ കൊടുത്തിട്ട് അങ്ങനെ ചെയ്യാന്നുള്ളതല്ല, എനിക്ക് സ്വന്തമായിട്ട് ഡയറക്റ്റ് തന്നെ എൻ്റെ കൈവഴി തന്നെ അത് പോകണം എന്ന് ആഗ്രഹിക്കുന്നത്, ഞാൻ ഡയറക്റ്റ് പോയി കണ്ടറിഞ്ഞ് കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അല്ല, നമുക്ക് അപ്പം കുറച്ചും കൂടി നമുക്കൊരു സന്തോഷമാണല്ലോ, നമ്മൾ നേരിട്ട്. അതെ, സന്തോഷമാണ്. അതും അങ്ങനെയാണ്. കാരണം ഇതിനു മുന്നേ നമ്മൾ ഒത്തിരി ആളുകളൊക്കെ ഇങ്ങനെ ഏൽപ്പിച്ചിട്ട് അവർ ചെയ്യുമെന്നുള്ളതാവും. പക്ഷേ ചെയ്യുന്നുണ്ടാവാം, അത് കറക്റ്റായിട്ട് പോകുന്നുണ്ടോ എന്നുള്ളൊരിത് സംശയം ഉണ്ടാവും. പിന്നെ നമ്മൾ പോയി കണ്ട് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അതൊരു വേറൊരു ഇതാണ്, ഫീലാണെന്ന് എന്താ പറയാൻ അറിയില്ല. ചിലപ്പോൾ അവരുടെ ആ ഒരു സങ്കടം കാര്യങ്ങളും വരുമ്പോൾ നമ്മൾ വന്ന വഴി മറക്കരുതെന്നൊക്കെ പറയില്ല. ഞാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ട് വന്ന ഒരാളാണ്. സോ അതെപ്പോഴും അപ്പ് ആൻഡ് ഡൗൺസ് നമ്മുടെ ലൈഫിൽ എപ്പോഴും ഉണ്ടാവും. അത് മനസ്സിലാക്കി നമ്മളാൽ പറ്റുന്നത് ഒരു പകുതി മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ അതിലൊരു സന്തോഷം, ഒരു പുണ്യം. പിന്നെ പല രാജ്യങ്ങളിൽ ഇങ്ങനെ എന്താ പറയാ, ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരാളും കൂടിയാണ്. ആക്ച്വലി ഞാൻ ട്രാവൽ എപ്പോഴും കാണും, പക്ഷെ അങ്ങനെ ഒത്തിരി കൺട്രീസ് ഞാൻ പോയിട്ടില്ല. GCC കംപ്ലീറ്റ് ട്രാവൽ ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ ഷൂട്ടായിട്ട് ബന്ധപ്പെട്ട്. അല്ലാണ്ട് രാജ്യങ്ങളുടെ കാര്യങ്ങൾ ചോദിച്ചാൽ എൻ്റെ ബക്കറ്റ് ലിസ്റ്റ് നമ്പേഴ്സ് കുറവാണ്. ആഗ്രഹമുണ്ട്, പക്ഷേ ഈ പറഞ്ഞില്ലേ ദുബായിലെ കാര്യങ്ങളുമായിട്ട് എനിക്ക് കുറേ ദിവസം ഇങ്ങനെ നാട്ടിൽ വന്നാലും ഇപ്പോൾ എനിക്ക് തോന്നുന്നൊരു 1 വീക്ക് നാട്ടിലുണ്ടാവും, പിന്നെ തിരിച്ചു പോകും. അപ്പോൾ ഇതെല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ പറ്റാത്തതുകൊണ്ട് എനിക്ക് മറ്റു രാജ്യങ്ങളിലേക്ക് പോകാൻ പറ്റണില്ല. പക്ഷേ ഈ ഒരു വർഷത്തെ എൻ്റെ ആക്ച്വലി കുറച്ച് എനിക്ക് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന പല സ്ഥലങ്ങളിലും പോകണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അത് നടക്കുമായിരിക്കും. അതിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തണം. അതെ, ഉറപ്പായിട്ടും. ഇപ്പോൾ ഈ ഒരു യാത്ര കൊച്ചിയിലേക്ക് വന്നത് ആക്ച്വലി പുതിയൊരു സ്റ്റാർട്ടപ്പിന് വേണ്ടിയിട്ടാണ്. നോക്കുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ദുബായിലെ പോലെ തന്നെ ഇവിടെ കൂടി കൊച്ചിയിൽ ആണ് മെയിൻ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. മേ ബി നെക്സ്റ്റ് ഇന്റർവ്യൂവിൽ എനിക്ക് അത് ഓപ്പൺ ആയി എന്ന് പറയാൻ പറ്റുമായിരിക്കും. ഐ ഹോപ്പ് നടന്നാൽ പ്രാർത്ഥിക്കുന്നു. എന്തായാലും ഫ്യൂച്ചർ പ്ലാൻ എന്താണെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ലാത്ത ഒരാളാണ്. എങ്ങനെ ലൈഫ് പോകുന്നു ആ ഒരു ഒഴുക്കിൽ പോകാനാണ് എനിക്കിഷ്ടം. ആ ഒഴുക്ക് എല്ലാവരും നടക്കുന്ന പോലെ നടക്കാത്തത് കൊണ്ടായിരിക്കാം ഇന്നിപ്പോൾ നമ്മൾ അന്ന് കണ്ട ആളിൽ നിന്ന് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അതെപ്പോഴും എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ്. എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ടും നമ്മൾ എങ്ങനെ പോകണം, ഏത് രീതിയിൽ നമ്മളെ പ്രസൻറ്റ് ചെയ്യണമെന്നുള്ളതും എവിടെ പോകരുതെന്നും എവിടെ യെസ് പറയണമെന്നും എവിടെ നോ പറയണമെന്നും മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോയ, എക്സ്പെഷ്യലി ഒരു സിംഗിൾ വുമൺ, ഒരു ലേഡി ഏത് രീതിയിൽ നമ്മൾ ജീവിക്കണം എന്നുള്ളത് മനസ്സിലാക്കി പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ പറ്റും, നമുക്ക് സക്സസ് ആവാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഉള്ള ഫ്യൂച്ചർ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി, ഞാൻ എൻ്റെ ബിസിനസ് കാര്യങ്ങൾ, കലയ്ക്ക് കുറച്ചുകൂടി മുൻതൂക്കം കൊടുക്കുക, അങ്ങനെ പോവുക എന്നുള്ളതാണ് ഫ്യൂച്ചർ പ്ലാൻ. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അതെ, ഇപ്പം അങ്ങനെ പോകുന്നുണ്ട്, അങ്ങനെ തന്നെ. അതുപോലെ തന്നെ അഞ്ജു, നമ്മൾ ഒത്തിരി യാത്ര ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പല സംരംഭങ്ങളെ ഉള്ള ആൾക്കാരെ പല ബിസിനസ്സുകാരെ നമ്മൾ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ പോയി അവരെ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ആ ഒരു പൊസിഷനിൽ ഇപ്പം അഞ്ജു വന്നിരിക്കുന്നു. ഇപ്പം ഞാനത് അഞ്ജുവിനെ ഇന്റർവ്യൂ ചെയ്യുന്നു. എന്താണ് അത് തമ്മിലുള്ള വ്യത്യാസം? ലൈഫിൽ സക്സസ് ആയി എന്ന് വേണമെങ്കിൽ ഒറ്റ വേർഡിൽ പറയാം. പക്ഷെ എനിക്ക് അങ്ങനെ സക്സസ് ആയി എന്ന് പറയാൻ പറ്റില്ല. സക്സസ് ആവാൻ ഇനിയും കുറേ സ്റ്റെപ്പുകളുണ്ട്. പക്ഷേ ഒരു പടി നമ്മൾ അവിടെ, ഞാൻ പറഞ്ഞില്ലേ മുന്നേ പറഞ്ഞ പോലെ, അവിടെ നിന്ന് ആ ചെയറിൽ നിന്ന് ഈ ചെയറിലേക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു മാറ്റം എൻ്റെ ലൈഫിൽ ഉണ്ടായി എന്നുള്ളതാണ്.
അതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആണ്, അതിൻ്റെ ഒരു ലൈഫ് ജേണി തന്നെയാണ്. നമ്മൾ മുന്നേ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ എല്ലാവരും പറയും ഞാനിങ്ങനെ സ്ട്രഗിൾ ചെയ്തു, നമ്മൾ അവിടെ നിന്ന് ആദ്യം വർക്ക് ചെയ്തു, അത് കഴിഞ്ഞ് ഇങ്ങനെയായി, അങ്ങനെ ഒത്തിരി ജേണി പറയാറുണ്ട്. അപ്പോൾ അതേപോലെ എനിക്ക് ഇവിടെ ഇരുന്നിട്ട് പറയാൻ പറ്റുന്നു എന്നുള്ളതാണ് ആ ഒരു മാറ്റം. അനുഭവം പറയുകയാണെങ്കിൽ എല്ലാവർക്കും പറയാനുള്ള കുറച്ച് അഡ്വൈസ് പോലെ എനിക്ക് പറയാം. ഇന്ന് ഇപ്പോൾ ഞാനിവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് എങ്ങനെ വേണം, ഒരു 10 വർഷമാണ് എൻ്റെ UAE ജീവിതം. അവിടെ ആദ്യം പറഞ്ഞ പോലെ തന്നെ എല്ലാവരെയും പോലെ ഞാനും ജോലി ചെയ്തു, ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ആഗ്രഹമായിരുന്നു സക്സസ് ആവണം എന്നുള്ള ഒത്തിരി അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. സ്വന്തമായിട്ടൊരു ബിസിനസ് ദുബായിൽ സ്റ്റാർട്ട് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ച ഒരാളല്ല, ഒരിക്കലും പ്രതീക്ഷിച്ചേയില്ല. അതൊരു സ്വപ്നം പോലെ സംഭവിച്ച ഒരു കാര്യമാണ്. വർക്ക് ചെയ്യുന്നു, ഫ്രീലാൻസ് ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതേ ജേണി അങ്ങ് തുടരാം, ആ മീഡിയയിൽ നിൽക്കാം എന്നുള്ളതായിരുന്നു. ഞാൻ ജേർണലിസം മാസ് കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞ ആളാണ്. പഠിക്കുന്ന കാലത്തെ വർക്ക് ചെയ്ത ആ ഒരു പഠിത്തവും ജോലിയൊക്കെ ആയിട്ട് മുന്നോട്ട് പോയ ഒരാളാണ്. അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് അന്ന് മുതലേ ആ ഒരു മൈൻഡ് സെറ്റപ്പാണ് എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുക എന്നുള്ളത്. അപ്പോൾ ദുബായിലെത്തിയപ്പോഴും വർക്ക് ചെയ്യാം, അങ്ങനെ ജീവിതം മുന്നോട്ട് പോവാം എന്ന പ്രതീക്ഷയിലാണ് അവിടെയും എത്തിയത്. പക്ഷേ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ കൊണ്ടാവാം, നമ്മുടെ ആ ഒരു ഡെഡിക്കേഷൻ കൊണ്ടാവാം ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടായത്. ഇപ്പോൾ പക്ഷേ പലതും അവിടെ കാണുന്ന ഒരു പ്രവണത വരുന്നു, വർക്ക് ചെയ്യുന്നു, എന്തൊക്കെയോ ലൈഫിൽ ഹാപ്പിനെസ് വേണം, നമുക്ക് അടിച്ചുപൊളി വേണം, എല്ലാം വേണം, നമ്മുടെ ലൈഫ് എൻജോയ് ചെയ്യണം, ഒപ്പം നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവണം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ സമയത്ത് എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ 1-2 എൻ്റെ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു എൻ്റെ ലക്ഷ്യം. ദുബായിലെത്തുമ്പോൾ ഇങ്ങനെ വേണം, അത് വേണം. പക്ഷേ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യമില്ലായിരുന്നു. പക്ഷേ ഹാർഡ് വർക്ക് ചെയ്തു ഒത്തിരി. എൻ്റെ വർക്കിൽ 100%, ഞാൻ ജോലി ചെയ്തിരുന്ന സ്ഥലങ്ങളിലായാലും എൻ്റെ 100% കൊടുത്തിട്ടാണ് ഞാൻ നിന്നത്. മേ ബി നമ്മുടെ സാലറി ബേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ പല ആളുകളും ഇത്രയല്ലേ ഉള്ളൂ, അപ്പോൾ ഇതൊക്കെ മതി, അങ്ങനെയല്ല. നമ്മളെ കഴിയുന്നത് നമ്മൾ എവിടെയാണോ നമ്മുടെ 100% ഡെഡിക്കേഷൻ കൊടുത്ത് നമ്മൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടും എന്നുള്ളതാണ്. അത് മീഡിയ ഫീൽഡിലായിരുന്നു, കുറേ വർക്ക് ചെയ്തു, സ്ട്രഗിൾ ചെയ്തു, അല്ലേ, നമ്മളെല്ലാ കാലഘട്ടത്തിലും ഒത്തിരി. ഇവൻ ആ ഒരു 2 വർഷം കഴിഞ്ഞതിന് ശേഷം പിന്നെ മറ്റ് ചാനൽസ് കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയി, ഒത്തിരി യാത്രകൾ ചെയ്തു GCCയിൽ, അവിടെയും ഇതാണ് ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ഒരു സമയം എത്തിയപ്പോൾ, ഒരു പർട്ടിക്കുലർ ടൈം എത്തുമ്പോൾ നമുക്ക് തോന്നും ഇനി ഇതിങ്ങനെ പോയാൽ പോരാ, നമ്മുടെ ആ ഒരു നമ്മൾ കൊടുക്കുന്ന ആ ഒരു എന്താ പറയുക, ഒരു ഫീഡ്ബാക്ക് നമുക്കിനി തിരിച്ച് കിട്ടണം എന്നുള്ളൊരു തോന്നൽ വരുമ്പോഴാണ് ഇനി ഇതിലേക്കാളും ഒരു സ്റ്റെപ്പ് കൂടി മുന്നോട്ട് വെക്കണമെന്ന് തോന്നുന്ന സമയത്താണ് നമുക്കൊരു കമ്പനിയായിട്ട് എന്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൂടാ. അതായത് നമ്മൾ ചെയ്യുന്ന ജോലിയിൽ 100% ഡെഡിക്കേഷനായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് തോന്നും ഇത്ര പോരാ, ഇനി കുറച്ചുകൂടി. നമ്മളിങ്ങനെ ചെയ്താലേ നമുക്ക് ഒരു ഇമ്പ്രൂവ്മെന്റ് നമ്മുടെ മൈൻഡിൽ തന്നെ തോന്നും, ഇനി ചെയ്യണം, ഇനി ഇത് പോരാ, മാറ്റി വരണം എന്നുള്ളത്. സുമേഷേട്ടൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ള പല കമ്പനികളും ഇന്ന് നല്ല സക്സസ് ആയിട്ട് പോയിട്ടുണ്ട്, പല കമ്പനികളും ഇന്നില്ല. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, കാരണം നമുക്ക് അവരുടെ സ്റ്റോറി, അവരെങ്ങനെ ആ കമ്പനിയിലുള്ള സ്റ്റാഫുകളോട് പെരുമാറുന്നു, അവരെങ്ങനെ ആ കമ്പനി മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളത് ഡിപ്പെൻസ്. അത് നല്ല രീതിയിൽ ആ ഫീഡ്ബാക്ക് കൊടുക്കുക, നല്ല രീതിയിൽ സ്റ്റാഫുകളോടായാലും അല്ലെങ്കിൽ ആ കമ്പനിക്ക് വേണ്ടിയിട്ട് അവർ ആ ഒരു കൊടുക്കുന്നത് എന്താണ്, ആ കമ്പനി എന്താ അവരുടെ ഇൻറ്റൻഷൻ, അത് നന്നാണെന്നുണ്ടെങ്കിൽ അത്തരം കമ്പനികൾ വളർന്നു പോയിട്ടുള്ള ചരിത്രമേ ഉള്ളൂ. പക്ഷേ അങ്ങനെ അല്ലാണ്ട് ചില ആളുകൾ ജസ്റ്റ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നു, പല ആളുകളും വരുന്നു, സ്ട്രഗിൾ ചെയ്ത് പോകുന്നതൊക്കെ ക്ലോസ് ചെയ്തിട്ടുള്ള ചരിത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ. നമ്മളടുത്ത് പറയുമ്പോൾ തന്നെ അവര് ഒത്തിരി എന്താ പറയാ, ആ സ്റ്റാർട്ടപ്പിലുള്ള കുറെ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ അവരുടെ കണ്ണിന്ന് അതെ അല്ലേ, ഒത്തിരി ഇമോഷണൽ ആയിട്ടുള്ള ആളുകളാണ്. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ ശരിക്കും അഞ്ചുവിന് വളരെ എത്ര ഇപ്പൊ ഈ 10 വർഷം കൊണ്ട് 4 വർഷം കൊണ്ട് ഇപ്പം കഴിഞ്ഞ 5 വർഷമായിട്ട് വെരി ഹാപ്പി, സന്തോഷത്തിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി ഇതുകൊണ്ട്, അല്ലെ, ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ പറ്റി, ഒത്തിരി ആളുകളെ മനസ്സിലാക്കാൻ പറ്റി. അതാണ് മെയിനായിട്ട് പറയാനുള്ളത്, ആളുകളെ മനസ്സിലാക്കാൻ പറ്റി. അതൊരു വലിയ കാര്യമാണ് കേട്ടോ. കാരണം ആദ്യകാലങ്ങളിൽ നമ്മൾ ആളുകൾ പോകുമ്പോൾ അവരുടെ സംസാരം കേട്ട് നമ്മളത് വിശ്വസിക്കുമായിരുന്നു, അതാണ് സത്യം, അങ്ങനെയാണ്, അയ്യോ ഇങ്ങനെയായിരുന്നു എന്ന് കരുതുന്നു. പക്ഷെ ഇപ്പം ആളുകളെ മനസ്സിലാക്കാൻ പറ്റി, എവിടെ ആരെ വിശ്വസിക്കണം. ട്രസ്റ്റ് ഇഷ്യൂ എനിക്ക് ഉണ്ടായിരുന്ന ഒരാളായിരുന്നു, ഇപ്പോൾ അറിയാം. എനിക്ക് അങ്ങനെ ഒത്തിരി ഫ്രണ്ട്സ് അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല, കുറച്ച് ആളുകളേ ഉള്ളൂ ഫ്രണ്ട് സർക്കിളായാലും. പിന്നെ ബിസിനസ് പരമായിട്ടായാലും എവിടെ ഒരു സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് മനസ്സിലായി ഇവരുമായിട്ട് നമ്മൾ ഡീൽ ചെയ്താൽ അത് ഓക്കെ ആവുമോ ഇല്ലയോ എന്നുള്ളത് ആളുകളെ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റി എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അഞ്ചു ഒരു സിംഗിൾ വുമൺ ആയതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ അല്ലേ ഒത്തിരി സ്ട്രഗിൾ എന്ന് പറയാൻ പറ്റില്ല. എൻ്റെ രീതിയിൽ പറയുകയാണെങ്കിൽ ഞാൻ ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ബിസിനസ് പരമായിട്ട് അവിടെ എപ്പോഴും കോമ്പറ്റീഷനാണ്. സോ അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം എന്ന തരത്തിൽ എനിക്ക് സ്ട്രഗിൾ ഉണ്ടായിരുന്നു. സിംഗിൾ വുമണായ രീതിയിൽ ഉള്ള സ്ട്രഗിളുകൾ നമുക്ക് മാറ്റാൻ പറ്റും. നമ്മുടെ നാവാണെല്ലാം.
നമ്മുടെ വായിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ്. ഈ നാവ് നമ്മൾ എങ്ങനെ നമ്മുടെ പ്രസന്റ് ചെയ്യുന്നു, ഇത് ശരിയായ രീതിയിലാണെന്നുണ്ടെങ്കിൽ സിംഗിൾ വുമൺ എന്നല്ല, ആർക്കും ഒരു പ്രോബ്ലം ഇല്ലാതെ മുന്നോട്ട് പോവാം. പക്ഷെ ഇവിടുന്ന് വരുന്നത്, ഇവിടുന്ന് കൊടുക്കുന്ന റിപ്ലൈ അത് ക്ലിയർ അല്ലെങ്കിൽ മാത്രമാണ് ഈ സിംഗിൾ വുമൺ ആകുമ്പോൾ സ്ട്രഗിൾ ചെയ്യുന്നതും പ്രശ്നങ്ങളൊന്നും ഞാൻ മനസ്സിലാക്കുന്ന ഒരാളാണ്. ഒത്തിരി ബിസിനസ്സുകാരെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടല്ലോ. ഓക്കെ, നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു ബിസിനസ്സുകാരന് വേണ്ട ക്വാളിറ്റി എന്താണ്? ബിസിനസ്സുകാരന് വേണ്ട ക്വാളിറ്റി, ഇത് ആക്ച്വലി പലയിടങ്ങളിൽ ചോദിക്കുമ്പോൾ ഒത്തിരി ആളുകൾ പറയാറുണ്ട് ക്വാളിറ്റി. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു കൺസെപ്റ്റ്, എൻ്റെ ഒരു വേ ഞാൻ പറയുകയാണെങ്കിൽ, എനിക്കിപ്പോഴിപ്പോൾ ഒരു വർഷം ഇപ്പോൾ ഞാൻ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ്. ഒരു ലക്ഷ്യം വേണം. അതായത് എൻ്റെ ബിസിനസ് നെക്സ്റ്റ് ഇയർ ഇത്രയായിരിക്കണം എന്നുള്ളൊരു ഗോൾ നമ്മൾ ഫിക്സ് ചെയ്യുക. എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. പലരും പക്ഷേ അത് പാതിയിൽ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് സ്റ്റോപ്പ് ചെയ്യില്ല. അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഒരു മാസം ഇത് ചെയ്തിരിക്കണം എന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും എൻ്റെ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഞാനത് ചെയ്തിരിക്കും എന്നുള്ളതാണ്. അത് ചെയ്തിട്ടേ ഇനി ബാക്കി നെക്സ്റ്റ് മന്തിലേക്കുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുള്ളൂ. പിന്നെ സ്വപ്നം കാണുക, നമ്മുടെ ബിസിനസ്. അത് എനിക്ക് തോന്നുന്നു ഈ മാനിഫെസ്റ്റ് എന്ന ആളുകൾ പറയും. പക്ഷെ അത് ഡ്രീം, സ്വപ്നം കാണുക, അത് സഫലമാക്കുക എന്നുള്ളതാണ് ഫോർ മീ എൻ്റെ ലൈഫ് ജേണിയിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യം. അതാണ് ഞാൻ ഉണർന്നിരിക്കുമ്പോഴും സ്വപ്നം കാണുന്ന ഒരാളാണ്. ഉറക്കത്തിൽ മാത്രമല്ല, ഉറക്കത്തിൽ മേ ബി ഞാൻ വേറെ പലതും ഒക്കെ, എനിക്കറിയില്ല എന്താ ഉറക്കത്തിൽ, പക്ഷെ ഞാൻ ഉണർന്നിരുന്നു കൊണ്ട് സ്വപ്നം കാണുന്ന ആളാണ്. എനിക്ക് കുറച്ച് ഫ്രീ ടൈം കിട്ടുകയാണെങ്കിൽ ഞാനിങ്ങനെ സ്വപ്നങ്ങളാണ് എൻ്റെ ആലോചനകളിലേക്ക് മാറി. അത് എൻ്റെ ബിസിനസ്സിലാവാം, എൻ്റെ ലൈഫിലാവാം, ഇങ്ങനെ വരണം. പിന്നെ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നുള്ള ഒരു ചിന്ത നമ്മൾ മാറ്റുമ്പോൾ തന്നെ നമ്മൾ കുറേ ലൈഫിലായാലും നമ്മുടെ ബിസിനസ്സിലായാലും മാറ്റങ്ങൾ വരുത്തും. നമുക്കൊരാളോട് ചോദിക്കണം, സർ അത് നല്ലതാണെങ്കിൽ, നമ്മുടെ ഇൻറ്റൻഷൻ ഈസ് കറക്റ്റ് ആണെങ്കിൽ, ഗുഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ സർ ഇതാണ്, ഇന്ന ഈ കാര്യങ്ങളാണ്, എനിക്കത് ക്ലിയർ ആയിട്ട് കിട്ടുമോ എന്നുള്ളത് ചോദിക്കുക. അല്ലെ അവരെന്താ വിചാരിക്കുക, നമുക്കിപ്പോൾ ഇത് കിട്ടുമോ, അത് ചോദിക്കണോ വേണ്ട, അങ്ങനെയുള്ള കാര്യങ്ങൾ മാറ്റി വയ്ക്കുക. അത് ലൈഫിലായാലും ബിസിനസ്സിലായാലും. നമ്മൾ പറയില്ലേ, മുട്ടുവിൻ തുറക്കപ്പെടും. അത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മുട്ടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതെ, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഹാർഡ് വർക്ക് എനിക്കത് നേടിയെടുക്കണം എന്നുള്ള അതിയായ ഒരു ആഗ്രഹം എല്ലാ കാര്യത്തിലുള്ള ഒരാളാണ്. പക്ഷേ ഞാൻ ഇതേ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഫാമിലിയിലേക്ക് കയറുകയാണ്. അതായത് അഞ്ചു നമ്മളവിടെ ഷൂട്ട് ചെയ്തിരുന്ന സമയത്ത്, നമ്മൾ സ്റ്റാർട്ടിങ് സമയത്ത് ഒരു കാര്യം പറഞ്ഞിരുന്നു. അന്ന് നമ്മൾ ചെറിയ രീതിയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നെങ്കിലും അച്ഛനെയും അമ്മനെയും കുട്ടിനെയും ദുബായിക്ക് കൊണ്ടുവരാനായിട്ട് ഒരു എന്താ പറയുക, അന്ന് സംസാരിക്കുമായിരുന്നല്ലേ. എൻ്റെ മെയിൻ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനെയും അമ്മനെയും എങ്ങനെയാലും കൊണ്ടുവരാം. അതായത് ദുബായ് മണ്ണിൽ ആദ്യമായിട്ട് കാല് കുത്തുമ്പോൾ ഷാർജ എയർപോർട്ടിലാണ്. എൻ്റെ ഫസ്റ്റ് ആഗ്രഹം എന്ന് പറയുന്നത് എൻ്റെ അച്ഛനെ ആ നാട്ടിൽ, ഞാൻ ഇതിന് മുന്നിലുള്ള ഇൻ്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട്, നാട്ടിൽ എത്തിക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഇന്നിപ്പോൾ പല ആളുകളും അച്ഛനും അമ്മയൊക്കെ കൊണ്ടുവന്നിട്ട് അത് സോഷ്യൽ മീഡിയയിൽ പോകുന്നു, വൈറലാകുമ്പോൾ ഞാൻ ആലോചിക്കും, ദൈവമേ കുറേ വർഷങ്ങൾക്ക് മുന്നേ അതിയായ ആഗ്രഹമായിട്ട് വന്ന എൻ്റെ അച്ഛനെയും അമ്മയെ ഞാൻ അവിടെ കൊണ്ടുവന്ന് ആ ദുബായ് നഗരി മൊത്തം കാണിച്ച് തിരികെ പോയ ഒരാളാണ് ഞാൻ. അതായിരുന്നു എൻ്റെ ആഗ്രഹം. അതിനപ്പുറം എനിക്കൊരു കമ്പനി, ഞാൻ പറഞ്ഞില്ലേ കമ്പനി സ്റ്റാർട്ട് ചെയ്യണമെന്നോ വലുതാവണോ ഒന്നുമില്ല. ആ ഒരു ആഗ്രഹം സാധിച്ചിട്ട് വേണമെങ്കിൽ നാട്ടിൽ തിരിച്ചു വരാം, സെറ്റിലാവാം എന്ന് വിചാരിച്ച് പോയ ഒരാളാണ് ഞാൻ. പക്ഷെ ഇന്ന് ദൈവം സഹായിച്ച് എല്ലാവരും എൻ്റെ കൂടെയുണ്ട്. അവർക്ക് എപ്പോഴൊക്കെ വരണമെന്ന് ആഗ്രഹിക്കുന്നു അപ്പോഴൊക്കെ ദുബായിൽ കൊണ്ടുവരാനും മറ്റു സ്ഥലങ്ങൾ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു മകളാണ് ഞാൻ. അതിലെനിക്ക് ദൈവത്തോടാണ്, എൻ്റെ ഭഗവാനോടാണ് എനിക്ക് നന്ദി പറയാനുള്ളത്. അത് ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു വ്യക്തിയെ ഇതുവരെയും വിഷമിപ്പിച്ചിട്ടില്ല, വേദനിപ്പിച്ചിട്ടുമില്ല. അപ്പോൾ അതിൻ്റെ ഫലം നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ, നമ്മുടെ കർമ്മത്തിൻ്റെ ഫലമാണ് കിട്ടുന്നതെന്നുള്ള ആ ഒരു കാര്യങ്ങളിലൊക്കെ ഭയങ്കര വിശ്വാസമുള്ള ഒരാളാണ് ഞാൻ. അത് സത്യമാണ്. അപ്പോൾ അത് എൻ്റെ ലൈഫിൽ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ഈ ഫാമിലിയിലേക്ക് പോകുന്നു. അതായത് നമ്മൾ ഫസ്റ്റ് എന്തായിരുന്നു നാട്ടിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ ദുബായിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു? ഞാൻ അധികം എൻ്റെ ഫാമിലി ലൈഫ് കാര്യങ്ങളൊന്നും എങ്ങും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ റീസെൻ്റ്ലി ആണ് ആക്ച്വലി ഒരു വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിലിട്ട് അത് കുറച്ചൊന്ന് റീച്ചായി. അത് ഒരു വല്ലാത്ത രീതിയിലേക്ക് പോയി. ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷേ ചില സാഹചര്യങ്ങൾ ലൈഫിൽ ഞാൻ സിംഗിൾ മദറാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ടാണ് മേ ബി എനിക്കൊരു ഡിവോഴ്സ് വേണ്ട എന്നുള്ളൊരു ഘട്ടത്തിൽ നിൽക്കുമ്പോൾ എന്ത് ചെയ്യണം, ഇനി ഒന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ ശരിയാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്
ഞാൻ ദുബായിലേക്ക് വരാനായിട്ട് തീരുമാനിക്കുന്നത്. അന്ന് എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ദുബായിൽ ഇങ്ങനെ സ്കൂളിലേക്ക് ഒരു വേക്കൻസി ഉണ്ടെന്ന് അറിയുന്നത്. ഞാനും അച്ഛനും കൂടി പാലക്കാട് അതിൻ്റെ ഇൻ്റർവ്യൂവിന് പോയി. അത് ക്ലിയറായാണ്. അന്ന് എൻ്റെ അമ്മായിയമ്മയ്ക്കാണ് എന്നെ സപ്പോർട്ട് ചെയ്തത്. നീ പോയിട്ട് വാ, ശരിയാവും എന്ന് പറഞ്ഞു. അങ്ങനെ ആണ് ഞാൻ ദുബായിലേക്ക് എത്തുന്നത്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഡിവോഴ്സ് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് ഡിവോഴ്സ് എന്നുള്ളതാണ്. എല്ലാം അങ്ങനെയാണ്. ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക് ഡിവോഴ്സ് ചെയ്യുന്ന ആളുകളെ കാണുന്നത്. പക്ഷേ നമുക്കൊരു കുഞ്ഞുണ്ട്, ഇവൻ കുഞ്ഞില്ലെങ്കിൽ പോലും പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് ചെയ്താൽ നടക്കുന്ന കാര്യങ്ങളാണെങ്കിൽ, അല്ലെങ്കിൽ ഫാമിലി ഒന്ന് ഒരുമിപ്പിച്ച് കഴിഞ്ഞാൽ, ചിലയിടങ്ങളിൽ ഫാമിലി ആയിരിക്കാം പ്രശ്നം, ഇപ്പോൾ അമ്മായിയമ്മ അല്ലെങ്കിൽ സിസ്റ്റർ അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ അവർക്കിടയിലുള്ള ഇഷ്യൂസ് ആണെങ്കിൽ മേ ബി മൂന്നാമതൊരാൾ വന്നു കഴിഞ്ഞാൽ മേ ബി പറഞ്ഞ് ക്ലിയർ ചെയ്താൽ നടക്കുമായിരിക്കാം, അവർ ലൈഫ് മുന്നോട്ട് പോകുമായിരിക്കാം. എല്ലാവരും പറയും സിംഗിളായിട്ടുള്ള നടക്കുന്നത് ഭയങ്കര ഇതാണ്, സിംഗിൾ ലൈഫാണ് നല്ലതെന്ന്. പക്ഷേ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ എത്തുമ്പോൾ, ഞാനിപ്പോൾ സിംഗിളുമാണ്, പക്ഷേ ഞാൻ ഒരിക്കലും അതിന് സപ്പോർട്ട് ചെയ്യില്ല. ഇന്നിപ്പോൾ എനിക്ക് സിംഗിളായിട്ട് നിൽക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ എനിക്കുണ്ട്. ഒരു കമ്പനി കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ സ്റ്റേബിളാണ്. എന്നാലും ഒരു ജോലി ചെയ്യുമ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ ഓർക്കും, ഒരാൾ കൂടി ഉണ്ടായിരുന്നെങ്കിൽ, എന്നെ കേൾക്കാനായിട്ട്, എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാത്തതായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പോൾ ഡിവോഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല. നമുക്ക് പറ്റുമെങ്കിൽ ഒരു കുട്ടി ഉണ്ടെങ്കിൽ അത് മാക്സിമം നമ്മൾ അതിനെങ്ങനെ പിടിച്ചു വെക്കാൻ നോക്കുക എന്നുള്ളതാണ്. പിന്നെ ഒട്ടും പറ്റില്ല, ഈ പറയുന്ന പോലെ പ്രശ്നങ്ങൾ, ഗാർഹിക പീഡനം അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് ശരിയാണ്, നമുക്കത് വേണ്ട, ഇനി ഒരിക്കലും യോജിച്ചു പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ മാറ്റി നിർത്തുക എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ കാണുന്ന സത്യത്തിൽ പല കേസും കേൾക്കുന്നത് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതെല്ലാവരും ചോദിക്കുക അതെന്താണ്, കാരണം എനിക്കതൊന്നും സോഷ്യൽ മീഡിയയിൽ പറയാൻ താല്പര്യമില്ല. ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, പക്ഷേ കുറേ ഞാൻ ശ്രമിച്ചു. ആ ഒരു വ്യക്തിയെ ഞാൻ ആക്ച്വലി ഇപ്പോഴും അവർക്ക് നല്ലൊരു ലൈഫ് ഉണ്ടാവണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അത് കണ്ടാൽ എനിക്ക് സന്തോഷമാണ്. അപ്പോൾ ആ ഒരു ഫാമിലിയുടെ കാര്യത്തിലായാലും ഞാൻ ഒത്തിരി ഇപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ട്, അവരുമായിട്ട് ഒത്തിരി സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ലത് വരട്ടെ എന്നേ ആഗ്രഹിക്കുന്നുള്ളൂ. ഇപ്പോൾ ഇത്ര നേരം നമ്മൾ ബിസിനസ്സെ കുറിച്ചും ഫാമിലിയെ കുറിച്ചൊക്കെ സംസാരിച്ചു. പിന്നെ നമ്മളൊരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിലാണ് നമ്മളിപ്പോൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ കേരളത്തിലും ഒത്തിരി പ്രശ്നങ്ങൾ നടക്കാറുണ്ട്. ഇതിനെങ്കിൽ അഞ്ചു സോഷ്യൽ മീഡിയയിൽ കാണാനുണ്ടാവും സംഗതി, ഒത്തിരി ലേഡീസിൻ്റെ സംബന്ധമായിട്ടും പുരുഷന്മാരുടെ സംബന്ധമായിട്ടും കുറച്ച് കാര്യങ്ങൾ അല്ലേ. ഇതേക്കുറിച്ച് ദുബായിയും കേരളം തമ്മിലുള്ള എന്താണ് അതിൻ്റെ ഒരു വ്യത്യാസം? നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല ദുബായ് കേരള സോഷ്യൽ മീഡിയയുടെ കാര്യത്തിൽ ഒരിക്കലും. കാരണം ദുബായിയെ സംബന്ധിച്ചിടത്തോളം നമുക്കും ഒരാളുടെ അനുവാദം ഇല്ലാതെ അവർ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പണിഷ്മെൻ്റാണ്. നമ്മളിപ്പോൾ പബ്ലിക്കായിട്ട് ഒന്ന് ഷൂട്ട് ചെയ്യാൻ പോകണമെങ്കിൽ പോലും നമുക്കൊരു പേടിയുണ്ടാവും, ഒരാളുടെ ഫേസ് അവിടെ അവർ അനുവാദം ഇല്ലാണ്ട് വരരുതെന്ന് കരുതിയിട്ട്, അല്ലെങ്കിൽ വരരുത് വന്നു കഴിഞ്ഞാൽ നമുക്കത് പേടിയാണ്. പക്ഷേ ഇവിടെ സംബന്ധിച്ചിടത്തോളം നാട്ടിലിപ്പോൾ നടക്കുന്നത് ആരെയും എവിടെയും എങ്ങനെയും ഷൂട്ട് ചെയ്യാം. അത് മാത്രമല്ല ഏത് രീതിയിലും ഷൂട്ട് ചെയ്ത് റീച്ചാക്കാൻ നോക്കുക എന്നുള്ളതാണ് ഇപ്പം നമ്മുടെ കേരളത്തിൽ നടക്കുന്നത്. ഒരു ബിസിനസ്സായിട്ടാണ് കാണുന്നത്. സോഷ്യൽ മീഡിയയിൽ റീച്ച് ആവുക, ആളുകളെ കാണിക്കുക, അതിന് വേണ്ടിയിട്ട് എന്തും പറയാം, എന്തും ചെയ്യാം എന്നുള്ള രീതിയിലാണ്. പക്ഷെ ദുബായിയെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് കൃത്യമായിട്ടുള്ള പ്രൊട്ടക്ഷൻ, നമുക്ക് ആണിനും പെണ്ണിനും ഒരുപോലെ, അവിടെ മനുഷ്യനെ മനുഷ്യരായിട്ട് കാണുകയാണ്. ഇത്രയും ലോകത്തുള്ള എല്ലാ കമ്മ്യൂണിറ്റി ആളുകൾ അവിടെ ഉണ്ട്, പക്ഷെ അവിടെ യാതൊരു പ്രശ്നമോ അങ്ങനെയുള്ള കാര്യങ്ങളില്ല. പിന്നെ ചെറിയ രീതിയിലുള്ള സോഷ്യൽ മീഡിയ ആളുകൾ ഓഫ് കോഴ്സ് അതിൻ്റെ രീതിയിലുള്ള, പക്ഷെ എന്നാലും അത് എല്ലാം നമ്മൾ എല്ലാ കാര്യവും ഗവൺമെന്റ് വാച്ച്ഡാണ്. അത് അത്രയും പ്രൊട്ടക്റ്റ് ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. നമുക്ക് എവിടെയും രീതിയിൽ എങ്ങനെ പോയാൽ നമ്മളൊരാൾ ഷൂട്ട് ചെയ്ത് വീഡിയോയിലിടുമെന്ന് അങ്ങനെ. പക്ഷെ നാട്ടിലെ കാര്യങ്ങൾ ഓരോന്ന് കേൾക്കുമ്പോൾ സത്യത്തിൽ വിഷമമുണ്ട്. പക്ഷേ അത് അതേപോലെ തന്നെ ഇവിടുത്തെ പുരുഷന്മാരുടെയും എനിക്ക് ഒരിക്കലും സ്ത്രീനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. സ്ത്രീയെ ഇപ്പൊ പറയുന്നത് പുരുഷ കമ്മീഷൻ വരണമെന്ന് പറയുന്നത് സത്യമാണ്. പുരുഷന്മാർക്കും അവരുടേതായിട്ടുള്ള എന്താ പറയാ ഒരു അവകാശങ്ങൾ നേടിയെടുക്കാം. ഇപ്പൊ ഒരു സ്ഥലത്ത് പോയി നമ്മൾ നാട്ടില് കൂടുതലും അതാണ്, പെണ്ണ് കരഞ്ഞു കാണിച്ചാൽ എല്ലാം വീഴും എന്നുള്ള ഒരു സിറ്റുവേഷനാണ് വരുന്നത്. അത് മാറണം. ആണിനും അതേപോലെ തന്നെ പ്രൊട്ടക്ഷൻ, പെണ്ണിനും എല്ലാം പറയില്ലേ നമ്മൾ ഈക്വലാണെന്ന് പറയും. പക്ഷെ ചില കാരണങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം എന്തിനാണ് പെണ്ണിന് മുൻതൂക്കം കൊടുക്കുന്നത്? അതൊരിക്കലും ചെയ്യരുത് എന്നുള്ള, അതിനൊരിക്കലും സപ്പോർട്ട് ചെയ്യാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ പുരുഷ കമ്മീഷൻ വരുന്നുണ്ടെങ്കിൽ വരട്ടെ, നല്ലൊരു കാര്യമാണ്, വരണമല്ലേ. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ആർക്കും ഒന്നും പറയാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. കാരണം സോഷ്യൽ മീഡിയയില് കുറച്ചൊക്കെ നമ്മൾ ഈ പറയുന്ന കണ്ടന്റ് ഒക്കെ കൺട്രോൾ ചെയ്യണം. അത് ഗവൺമെന്റ് തന്നെ വിചാരിക്കണം. ഒരാള് മെയിനായിട്ട് എനിക്ക് തോന്നുന്നു മറ്റൊരാളുടെ പ്രൈവസിയെ ചൂഷണം ചെയ്യുന്നത് അത് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്.
അവർക്ക് ഷൂട്ട് ചെയ്യണമെങ്കിൽ സ്വന്തമായിട്ട് ഷൂട്ട് ചെയ്തോളൂ, അല്ലെങ്കിൽ ഒരാളുടെ പെർമിഷൻ ചോദിച്ചുകൊണ്ട് ഷൂട്ട് ചെയ്യൂ. ഇതിപ്പം ആർക്കും എവിടെ നിന്നുകൊണ്ടും ആരെയും ഷൂട്ട് ചെയ്യാം, ഒരു ഒളിക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യാം. അത് പബ്ലിക്കിലേക്ക് ഇടാന്ന് പറയുന്നത് അത് ഒരിക്കലും ഗവൺമെന്റ് അലോ ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് ഒന്ന് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ തന്നെ ആദ്യ പടിയെന്നോണം അല്ലേ, അതല്ലേ ആദ്യം വേണ്ടത്. അതാണ് എനിക്ക് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത്. പിന്നെ നമ്മൾ ഒരുപാട് സംസാരിച്ചു കഴിഞ്ഞാൽ അത് നമുക്കും ഇഷ്യൂ എന്നുള്ളൊരു തരത്തിലാണ് നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അല്ലേ. ഫാമിലി അച്ഛൻ, അമ്മ, എൻ്റെ മകൻ, ഇതാണ് എൻ്റെ ഫാമിലി. മോൻ്റെ പേര് ആരുഷ് ഇവാൻ. മോനിപ്പോ ദുബായിലാണ്, ഇപ്പൊ നാട്ടിലേക്ക് വരുന്നുണ്ട്. പിന്നെ അച്ഛൻ ശ്രീകണ്ഠൻ, അമ്മ സതി. അതാണ് അഞ്ജു ശ്രീകണ്ഠൻ. അതെ, അഞ്ജു ശ്രീകണ്ഠൻ എല്ലാവരും ചോദിക്കാറുണ്ട്. ശ്രീകണ്ഠൻ ഇത് ആരാണ്? അപ്പൊ വളരെയധികം സന്തോഷം അഞ്ജു. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ അഞ്ജുവിന്റെ കുറെ വിശേഷങ്ങൾ നമ്മൾ പ്രേക്ഷകർക്കും പിന്നെ ഈ ബിസിനസ്സിനെ കുറിച്ചൊക്കെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിച്ചു. പ്രത്യേകിച്ച് നമ്മളൊരു ഫീൽഡിലുള്ള ആൾക്കാരായതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയാം, എന്തെങ്കിലും ബിസിനസ്സുകാരെ കുറിച്ചും അവരുടെ ജീവിത ശൈലിയെ കുറിച്ചൊക്കെ അല്ലേ. ഇപ്പൊ ഡിജിറ്റൽ യുഗമാണല്ലോ, പുതിയതായിട്ട് വരുന്ന ഒരു ബിസിനസ്സുകാരന് വേണ്ട ക്വാളിറ്റി എന്താണ്? അപ്പോൾ നമുക്ക് പുതിയതായിട്ടൊരു ബിസിനസ്സുകാരൻ ഇപ്പോൾ ഡിജിറ്റലാണ്, പക്ഷേ പുതിയതായിട്ട് വരുന്ന ഒരു വ്യക്തികൾക്ക് ഒരു ബിസിനസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ഈ ഒരു 4 വർഷം കൊണ്ട് സ്വന്തമായിട്ട് ബിസിനസ് ചെയ്ത് പഠിച്ചിട്ടുണ്ട്, പക്ഷെ അത് കൂടാതെ തന്നെ പല ബിസിനസ്സുകാരെ ഇന്റർവ്യൂ ചെയ്ത് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഇത് താരതമ്യ വെച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക്, ഡ്രീം മീഡിയ പ്രേക്ഷകർക്ക് കൊടുക്കാവുന്ന ഒരു മെസ്സേജ്. പുതിയതായിട്ട് നിങ്ങളൊരു ബിസിനസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ ഒരു മേഖലയെക്കുറിച്ച് നന്നായിട്ട് പഠിച്ചിരിക്കുക. ആ ഒരു മേഖല നമ്മൾ എവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്താലാണ് സക്സസ് ആവുക എന്നുള്ളത് നോക്കുക. കോമ്പറ്റീഷൻ എല്ലായിടത്തും ഉണ്ട്, പക്ഷെ മാക്സിമം കോമ്പറ്റീഷൻ കുറഞ്ഞൊരു മേഖല തിരഞ്ഞെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി പെട്ടെന്ന് നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാകും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം. മെയിനായിട്ട് ഇതാണ്, നമ്മൾ ചെയ്യാൻ പോകുന്ന ബിസിനസ്സിനെ കുറിച്ച് കംപ്ലീറ്റ് ആയിട്ടൊരു സ്റ്റഡി നടത്തണം. ആ ഒരു ബിസിനസ് ചെയ്തിരുന്ന നമുക്ക് മുന്നേ ചെയ്തിരുന്ന ആളുടെ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ അവരുടെ ആ ഒരു ബിസിനസ് ആ ഒരു വേ എങ്ങനെയാണ് പോയിരുന്നത് അതിനെ കുറച്ചും കൂടി സ്റ്റഡി ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് സിമ്പിളായിട്ട് പറയാൻ പറ്റുന്നത്. ഒത്തിരി സന്തോഷമുണ്ട് ഡ്രീം മീഡിയ ഒരു ഭാഗമാകാൻ സാധിച്ചത്. നമ്മുടെ നാട്ടിൽ ഒത്തിരി മീഡിയ ചാനലുകളുണ്ട്, പലരും പല സെൻസേഷണലായിട്ട് ന്യൂസ് അത് ഇങ്ങനെ കുറേ സ്റ്റോറീസ് അങ്ങനെയായി സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പരതി നടക്കുമ്പോൾ വളരെ വ്യത്യസ്തമായിട്ട് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒത്തിരി സ്റ്റോറീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടീമാണ് ഡ്രീം മീഡിയ. അപ്പം സുമേഷ് ഏട്ടൻ ഒത്തിരി വർഷങ്ങളായിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ്, ഒരു മെൻറ്ററാണ്. അപ്പം നാട്ടിലേക്ക് വന്നപ്പോൾ ഇങ്ങനെ ഒരു അവസരം തന്നതിന്, എൻ്റെ ഇൻ്റർവ്യൂ എടുത്തതിന് എനിക്ക് ഒത്തിരി സന്തോഷം. താങ്ക് യു സോ മച്ച്. ഇനി ഡ്രീം മീഡിയയുടെ മുന്നോട്ടുള്ള ജേണിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും.